നദീജല കരാറിൽ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന അഭ്യർത്ഥനയുമായി വീണ്ടും പാകിസ്ഥാൻ. ജലശക്തി മന്ത്രാലയത്തിന് പാകിസ്ഥാൻ കത്തയച്ചു. ചർച്ചകൾക്കില്ലെന്നും കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. സിന്ധു നദീജല കരാർ വിഷയത്തിൽ ഒരു സന്ധിക്കുമില്ല രാജ്യം എന്നുള്ളതാണ് അത് വീണ്ടും അടിവരയിട്ട് പറയുന്നു. ആര്യ, സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്തത് എത്രമാത്രം പാകിസ്ഥാനെ ബാധിച്ചു എന്നത് വ്യക്തമാക്കുന്നതാണ് തുടരെ എഴുതുന്ന കത്തുകൾ. ഇപ്പോൾ ഇത് വീണ്ടും പാകിസ്ഥാൻ ജലശക്തി മന്ത്രാലയത്തിന് കത്ത് നൽകിയിരിക്കുകയാണ്. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യ നടപടികളിലൊന്ന് സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ അഭ്യർത്ഥന ഇന്ത്യയോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 2023-ലും 2024 സെപ്റ്റംബറിലും ഇന്ത്യ പാകിസ്ഥാന് കത്ത് നൽകിയിരുന്നു. അതായത് സിന്ധു നദീജല കരാറിലെ വ്യവസ്ഥകൾ അത് റിവ്യൂ ചെയ്യണം എന്നായിരുന്നു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആവശ്യം. അന്ന് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നത്. പക്ഷേ സിന്ധു നദീജല കരാർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ അത്തരം ചർച്ചകളാകാം, ഇന്ത്യയുടെ ആവശ്യങ്ങളിൽ ചർച്ചയാകാമെന്ന് അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ ആദ്യം പാകിസ്ഥാൻ കത്ത് നൽകി. പക്ഷേ ഇന്ത്യ അതിന് തയ്യാറായില്ല. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇപ്പോൾ 3 കത്ത് കൂടി നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, പാകിസ്ഥാന്റെ കാർഷിക മേഖലയെ ഇത്തരത്തിൽ ഇന്ത്യയുടെ നടപടി വലിയ രീതിയിൽ ബാധിക്കും. പ്രത്യേകിച്ച് റാബി വിളകളെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. കൃഷിനാശം അടക്കം സംഭവിക്കും. അത്തരമൊരു സാഹചര്യം പാകിസ്ഥാന് മുമ്പിലുണ്ട്. ഒപ്പം കുടിവെള്ളത്തെയും ഇത്തരം നടപടി, അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ചയാകാം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ സ്വീകരിച്ച നടപടിയിൽ ഒരു മാറ്റവുമില്ല. മാത്രവുമല്ല, ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ജലശക്തി മന്ത്രാലയത്തിന് ലഭിച്ച കത്ത് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. കാരണം വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെയാണ് ഇത്തരം നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നത്. അതായത് പാകിസ്ഥാനിലേക്ക് ഏതായാലും സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്ത നടപടി പുനരാലോചിക്കാനില്ല എന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിലും ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്യ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് പാകിസ്ഥാൻ കടന്നത്. ആ നടപടിയിൽ ഇപ്പോൾ ശ്വാസം മുട്ടുകയാണ് പാകിസ്ഥാൻ എന്ന് വെളിവാക്കുകയാണ്. തുടരെ ഈ കരാറിൽ ഒരു പുനരാലോചന വേണം, മരവിപ്പിച്ച നടപടിയിൽ ഒരു പുനർചിന്തനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ഈ അഭ്യർത്ഥന മനസ്സിലാക്കുന്നത്.